AI, ML, ഡീപ് ലേണിംഗ് ഒക്കെ കണക്റ്റഡ് ആണ്. ഡേറ്റ കൂടുമ്പോൾ നമ്മുടെ റിസൾട്ട്സ് ബെറ്റർ ആവുന്നുള്ളത്. മില്യൺസ് ഓഫ് ഡേറ്റാസ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. നമ്മൾ കൊടുക്കുന്ന ഡേറ്റ ഷുഡ് ബി ഏബിൾ ടു ജനറലൈസ് ദ പ്രോബ്ലം. അതിൻ്റെ റിസർച്ച് ബേബി സ്റ്റെപ്സിൽ മാത്രമേ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. ChatGPT എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ഫിയർ ഉണ്ട്, ഡെവലപ്പേഴ്സിനെ മൊത്തത്തിൽ റീപ്ലേസ് ചെയ്യുമോ? സ്കില്ല് ചെയ്യുന്ന ഡെവലപ്പേഴ്സ്, ടാലൻറ്റഡ് ആയ ഡെവലപ്പേഴ്സിൻ്റെ ഡിമാൻഡ് കൂടുകയുള്ളൂ. ഒരു 2030 കൂടി ഡെവലപ്പേഴ്സിൻ്റെ ഡിമാൻഡ് ഡബിൾ ചെയ്യുന്നതാണ് പല സ്റ്റഡീസും കാണിക്കുന്നത്. ഹായ് ഗൈസ്, മൈ നെയിം ഈസ് അനന്തകൃഷ്ണൻ. വെൽക്കം ടു മെറ്റാ ടോക്സ്. കറൻലി നമുക്കറിയാം ഏറ്റവും ഹോട്ട് ടോപ്പിക് ആയിട്ടുള്ളത് AI ആണ്. സോ ഇന്നത്തെ വീഡിയോയിൽ AI പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ നമ്മളോടൊപ്പം ഇന്നുള്ളത് ഓവർ 8 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ളൊരു സീനിയർ ഡേറ്റ സയൻറ്റിസ്റ്റ് ആണ്. സോ നിവേദ്യ ദിൽജിത്ത്, വെൽക്കം. താങ്ക് യു. കൂടെ ഉള്ളത് അനിയാർച്ചിയാണ്, ഡേറ്റ സയൻറ്റിസ്റ്റ് ആണ്. പിന്നെ ഉള്ളത് കൃഷ്ണയാണ്, മെഡ്സ്റ്റാക്ക് ഡെവലപ്പറാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് പറയാം, ഡേറ്റ സയൻസ് വളരെ ബൂമിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു കരിയറാണ് അല്ലേ? സോ നമ്മളിങ്ങനെ കുറേ വേർഡ്സ് കേൾക്കാറുണ്ട്, AI, ഡീപ്പ് ലേണിംഗ്, മെഷീൻ ലേണിംഗ്. ആക്ച്വലി ഇതൊക്കെ ഒന്നാണോ? ഓക്കെ, ഇപ്പം നമുക്കിപ്പോൾ എവിടെ നോക്കിയാലും ആകെ കേൾക്കുന്ന ബസ് വേർഡ്സ് AI, മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്. ആൻഡ് നമ്മൾ കാണാറുണ്ട് എല്ലാവരും ഇത് ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്ന, ആകെ മൊത്തം ഒരു മെസ്സായിരിക്കുക അല്ലേ ഈ ഒരു വേർഡ്സ് കാരണം. ഇതൊക്കെ ഒന്നാണോ എന്നുള്ളത് നമുക്ക് ആൻസർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഒന്നല്ല, പക്ഷെ ഇതൊക്കെ കണക്റ്റഡ് ആണ്. AI, ML, ഡീപ്പ് ലേണിംഗ് ഒക്കെ കണക്റ്റഡ് ആണ്. ഇപ്പം AI എന്തുവാണെന്ന് ചോദിക്കുകയാണെങ്കിൽ AI നമുക്കൊരു ബ്രോഡർ അംബ്രല എന്ന് പറയാം. ഇതിൻ്റെയൊക്കെ ഒരു ബ്രോഡർ അംബ്രല AI. അതായത് ഇപ്പോൾ ഒരു ഹ്യൂമൺ ഇൻ്റലിജൻസ് വേണ്ട എന്തൊരു സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്യണമെങ്കിലും ആ സിസ്റ്റത്തെ നമുക്ക് AI എന്ന് പറയാം. അതൊരു AI മെഷീനാണെന്ന് പറയാം. ആൻഡ് ഇങ്ങനെ ഒരു ഹ്യൂമൻ ഇൻ്റലിജൻസ് വേണ്ട ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ടൂൾസ് യൂസ് ചെയ്യണം. ലൈക്ക് മെഷീൻ ലേണിംഗ്, റോബോട്ടിക്സ്, ഇങ്ങനത്തെ ടൂൾസ് യൂസ് ചെയ്യണം. നമുക്ക് പറയാം, അതായത് ഈ മെഷീൻ ലേണിംഗ് ഒരു ടൂളാണ് AIയിൽ യൂസ് ചെയ്യുന്നതെന്ന് പറയാം. ഈ മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ AIൻ്റെ ഒരു സബ്സെറ്റാണ്. ആൻഡ് നമ്മളിപ്പോൾ ഒരു ഡേറ്റ യൂസ് ചെയ്തുകൊണ്ട് ഒരു സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്ത് അതിന് ഹ്യൂമൻ ഇൻ്റലിജൻസ് കൊടുക്കുകയാണ്. അതാണ് മെഷീൻ ലേണിംഗ്. പിന്നെയുള്ളത് ഡീപ്പ് ലേണിംഗ്. ഡീപ്പ് ലേണിംഗ് ഈ മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു സബ്സെറ്റാണ്. ചിലർ വിചാരിക്കും ഈ ഡീപ്പ് ലേണിംഗ് വേറെ എന്തോ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ഒരു ടെക്നോളജി ഓൾ ടുഗെദർ ഡിഫറെൻ്റ് ആണെന്ന്. അല്ല, ഈ മെഷീൻ ലേണിങ്ങിൽ യൂസ് ചെയ്യുന്ന ഒരു ആൽഗോരിതം മാത്രമാണ് ഡീപ്പ് ലേണിംഗ്. ഇച്ചിരി കൂടെ കോംപ്ലക്സ് ആയ ടാസ്ക് നമ്മുടെ കയ്യിലുണ്ട്, ഒരുപാട് ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ ലേണിങ്ങിൻ്റെ സബ്സെറ്റ് ആയിട്ടുള്ള ടെക്നോളജി അല്ലെങ്കിൽ ഒരു ആൽഗോരിതമാണ് ഡീപ്പ് ലേണിംഗ്. നമ്മളപ്പം ഇപ്പോൾ ഫോളോ ചെയ്ത് വന്നിരുന്ന ഒരു ട്രഡീഷണൽ വേ ഓഫ് പ്രോഗ്രാമിംഗ് മെത്തേഡ്സുകളുണ്ടല്ലേ. സോ ഇതിലോട്ട് നമ്മളുടെ ഈ ഒരു മെഷീൻ ലേണിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആക്ച്വലി എന്താണ് ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് വരിക? ഓക്കെ, ട്രഡീഷണൽ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിങ്ങും മെഷീൻ ലേണിംഗ് തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം ട്രഡീഷണൽ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് ആണെങ്കിൽ നമ്മുടെ കയ്യിലൊരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ക്ലിയർ കട്ട് ഒരു പ്രോബ്ലം നമ്മുടെ കയ്യിലുണ്ടാവും. ആൻഡ് അതിൻ്റെ സൊല്യൂഷനായിട്ട് നമ്മളൊരു ഫിക്സ്ഡ് സെറ്റ് ഓഫ് റൂൾസ് ആയിരിക്കും നമ്മൾ ഹാർഡ് കോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക. എന്നാൽ മെഷീൻ ലേണിംഗ് പ്രോബ്ലമിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു ഫിക്സ്ഡ് സെറ്റ് ഓഫ് റൂൾസ് നമ്മൾ ഹാർഡ് കോഡ് ചെയ്ത് കൊടുക്കില്ല. ഒരു ഫിക്സ് സെറ്റ് ഓഫ് റൂൾസും ഉണ്ടാവില്ല, ഒരു ഫിക്സ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസും ഉണ്ടാവില്ല. ഇൻസ്റ്റഡ് നമ്മൾ മെഷീന് ഡേറ്റ കൊടുക്കും ആൻഡ് മെഷീനെ നമ്മൾ സ്വയം പഠിക്കാൻ വേണ്ടി അതിനെ പ്രാപ്തമാക്കുകയാണ് ചെയ്യുക. ഇതാണ് ഇവർ തമ്മിലുള്ള കോർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കൂടുതൽ ഡാറ്റ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ റിസൾട്ട്സ് കുറച്ചും കൂടി ബെറ്റർ ആവുമെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അതൊരു എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? അതായത് ഡേറ്റ കൂടുമ്പോൾ നമ്മുടെ റിസൾട്ട്സ് ബെറ്റർ ആവുന്നുള്ളത്. ഇപ്പോൾ കൃഷ്ണൻ്റെ മുമ്പിൽ ഒരു കാറ്റും ഡോഗും വന്ന് നിന്നു. കൃഷ്ണക്ക് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഏതാണ് കാറ്റ് ഏതാണ് ഡോഗ് എന്ന് കറക്റ്റായി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറയാൻ പറ്റുമോ? പറ്റും. എന്നാൽ കൃഷ്ണൻ്റെ മുമ്പിൽ ഒരു ചീറ്റയും ഒരു ടൈഗറും വന്ന് നിന്നു. ഇമ്മീഡിയറ്റ്ലി നേരത്തെ കാറ്റിനെയും ഡോഗിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അത്രയും പെട്ടെന്ന് ഇപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എന്താ റീസൺ? നമ്മൾ കോമൺ ആയിട്ട് കാണുന്നില്ലേ, കൂടുതൽ കാണുന്നത് കാറ്റിനെയും ഡോഗിനെയും നമ്മൾ കൂടുതൽ. അതായത് കൃഷ്ണ ഒരുപാട് കാറ്റിനെയും ഡോഗ്സിനെയും റിയൽ ലൈഫിൽ കണ്ടിട്ടുണ്ട്, എന്നാൽ അത്രമാത്രം ചീറ്റാസിനെയും ടൈഗേഴ്സിനെയും കണ്ടിട്ടില്ല. ഇങ്ങനെ തന്നെയാണ് മെഷീൻ ലേണിങ്ങിലും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എത്രത്തോളം ഡേറ്റാസ് ആണ് എനിക്ക് ഇതൊന്ന് ട്രെയിൻ ചെയ്തേക്കാൻ? എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റാസ് വേണ്ടി വരും? എത്രത്തോളം ഡേറ്റ വേണം, അതായത് ക്വാണ്ടിറ്റി, അത് നമ്മൾ യൂസ് ചെയ്യുന്ന ആൽഗോരിതത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
ഇപ്പോൾ ഒരു ലോജിസ്റ്റിക് റിഗ്രഷൻ അല്ലെങ്കിൽ ഡിസിഷൻ ട്രീ അങ്ങനെയുള്ള ആൽഗറിതംസ് ട്രഡീഷണൽ മെഷീൻ ലേണിംഗ് ആൽഗറിതം ആണെങ്കിൽ ഒരുപാട് ഡേറ്റൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു തൗസൻഡ്സ് ഓഫ് ഡേറ്റ മതി. എന്നാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡീപ്പ് ലേണിംഗ് മോഡൽസ് ആണെന്ന് വെച്ചു, അതായത് ഇച്ചിരി കൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആൽഗറിതംസ് ആണെങ്കിൽ ഒരുപാട് ഡേറ്റാസ് വേണം, മില്യൺസ് ഓഫ് ഡേറ്റാസ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. പിന്നെ എന്തായിരുന്നു ചോദിച്ചത്? പിന്നെ ടൈപ്പ് ഓഫ്. ഓക്കെ, നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമുക്ക് ഫേസ് റെക്കഗ്നിഷനാണ് നമുക്ക് ചെയ്യേണ്ടത്. നമ്മൾ ബിൽഡ് ചെയ്യുന്ന ടൂൾ ഫേസ് റെക്കഗ്നിഷൻ ടൂളാണ്, ഒരു ആപ്പാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇപ്പം നമ്മൾ ഇന്ത്യക്കാരെ മാത്രം ട്രെയിനിങ് എക്സാമ്പിളായി വെച്ചു എന്ന് വെച്ചോ, ഇന്ത്യക്കാരെ മാത്രം വെച്ചു, നമ്മുടെ മോഡൽ അടിപൊളിയായി പെർഫോം ചെയ്തു. ഈ സെയിം ആപ്പ് ആഫ്രിക്കയിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ പോയി ടെസ്റ്റ് ചെയ്താൽ ഇത്ര അക്യുറസി കിട്ടില്ല. കാരണം അവിടുത്തെ ഫീച്ചേഴ്സിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും, ഈ അക്യുറസി ഒരിക്കലും കിട്ടില്ല. അതായത് എപ്പോഴും നമ്മളൊരു കാര്യം ട്രെയിൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ ഷുഡ് ബി ഏബിൾ ടു ജനറലൈസ് ദ പ്രോബ്ലം. മനസ്സിലായില്ലേ? അപ്പം എന്തൊക്കെ കേസസ് ഉണ്ടോ ആ പ്രോബ്ലമിൽ വരാൻ ചാൻസ് അല്ലേ, അതിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഡേറ്റ സെറ്റ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ജസ്റ്റ് ഒരു 2-3 years ബാക്ക് നമ്മളൊരു റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഫിഷ്, ഇവിടെയല്ല അബ്രോഡാണ്, ഒരു ഫിഷ്, ആ ഒരു ഫിഷിനെ റെക്കഗ്നൈസ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ഫിഷിന്റെ ഏതൊരു പാർട്ടാണ് മെഷീൻ കൂടുതലും ഐഡന്റിഫൈ ചെയ്യാൻ അറിയാൻ വേണ്ടി ഒരു റിസർച്ച് നടത്തി. ലൈക്ക് ആ ഒരു റിസർച്ച് വന്നപ്പം അവർ റിസർച്ച് നടത്തി മോഡൽ ക്രിയേറ്റ് ചെയ്തു, നല്ല ഏകദേശം ഒരു അറൗണ്ട് ഒരു 100% ഓഫ് ആക്യുറസിയും കിട്ടി. ബട്ട് വൺസ് നമ്മളതൊരു വേറൊരു ഔട്ട്സൈഡിൽ നിന്ന് ഇതേ ഫിഷിന് തന്നെ വേറൊരു പിക്ചർ ഇതിലോട്ട് ഈ മെഷീനകത്തോട്ട് മോഡലിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു, എന്തിന് ഔട്ട്പുട്ട് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി. സോ അങ്ങനെ വന്ന കേസസിൽ ഇതിന്റെ പ്രെഡിക്ഷൻ എന്തായിരുന്നു? ഫോൾസ് ആയിരുന്നു, റോങ് പ്രെഡിക്ഷൻ ആണ് വന്നത്. ബേസിക്കലി എന്താന്ന് വെച്ചാൽ നമ്മൾ ട്രെയിൻ ചെയ്തപ്പം കൊടുത്ത ഫിഷസ് എല്ലാം വെച്ചാൽ ഒരു ഹ്യൂമൻ, അതായത് ഒരു മനുഷ്യൻ ഈ ഫിഷിനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോസ് ആണ് മോസ്റ്റ്ലി നമ്മൾ കൊടുത്തത്. സോ മെഷീൻ ഓട്ടോമാറ്റിക്കലി ട്രെയിൻ ചെയ്തത് എന്താണ്? ഈ ഹ്യൂമന്റെ കൈയാണ് റെക്കഗ്നൈസ് ചെയ്ത് വെച്ചത്. സോ നമ്മൾ പിന്നീട് കൊടുത്ത ഇമേജസിൽ എന്തില്ലായിരുന്നു? ഈ ഹ്യൂമൻ ഇല്ലായിരുന്നു, ഫിഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അത് റോങ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്തു. സോ നമ്മൾ എപ്പോഴും ഡേറ്റ ചൂസ് ചെയ്യുമ്പോൾ, ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ ബേസ് ചെയ്ത് ഡേറ്റ ചൂസ് ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ സൈഡിൽ നിന്നുള്ള ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഡേറ്റ എടുക്കുന്നതായിരിക്കും എപ്പോഴും ഒരു മെഷീന്. അതുപോലെ വേറൊരു സിമിലർ ആയിട്ടുള്ള ഒരു കേസ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇതുപോലെ ആനിമൽസിനെ ഇവർ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി ട്രെയിൻ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവർ കൊടുത്ത ട്രെയിനിങ് സെറ്റ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ആനിമൽസിൻ്റെ ഒരുപാട് ഇമേജസ് ഇവർ കൊടുത്ത്, പൊതുവേ നമ്മൾ ആനിമൽസിൻ്റെ ഇമേജസ് എങ്ങനെയായിരിക്കും? ഒരു DSLR ഇമേജ് ആയിരിക്കും, സൂംഡ് ഇമേജസ് ആയിരിക്കും അല്ലേ? ഇങ്ങനൊരു ട്രെയിനിങ് സെറ്റ് കൊടുത്തു ട്രെയിൻ ചെയ്യാൻ വേണ്ടി. മോഡൽ നല്ല 90% അക്യുറസി, 95% അക്യുറസിയോ എങ്ങാനും കൊടുത്തു. ആൻഡ് ടെസ്റ്റിംഗ് സമയത്തും നല്ലതായിരുന്നു, കാരണം ഇതുപോലെ തന്നെ ഇമേജസ് കൊടുത്തു. എന്നാൽ ഒരാൾ ടെസ്റ്റ് ചെയ്തു ഒരു DSLR ഇമേജ് ഓഫ് ഒരു സൂംഡ് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ ഒരു ഇമേജ് കൊടുത്തപ്പം അതിനെയും ആനിമലായി പ്രെഡിക്റ്റ് ചെയ്തു. അതായത് ഈ മോഡൽ എന്തായിരുന്നു ലേൺ ചെയ്തതെന്ന് വെച്ചാൽ, DSLR ഇമേജ് വിത്ത് ഒരു സൂംഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, അതിനെ ആനിമലായി പഠിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് എഡ്ജ് കേസസ് ഒക്കെ ഉണ്ട്, അതിനെയൊക്കെ നമ്മൾ ഡീൽ ചെയ്യണം. നമ്മൾ ഈ സയൻസ് ഫിക്ഷൻ മൂവീസിലൊക്കെ കാണുന്ന പോലെ എല്ലാം ചെയ്യാൻ പറ്റുന്ന AIs അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ റേസിനെ തന്നെ ടേക്ക് ഓവർ ചെയ്യാൻ പറ്റുന്ന AIs, അതൊക്കെ പോസിബിൾ ആണോ ശരിക്കും? ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് 3 ടൈപ്സാണ്, 3 തരത്തിലാണുള്ളത്. ആദ്യത്തത് നാരോ ഇൻ്റലിജൻസ്, രണ്ടാമത്തത് ജനറേറ്റീവ് ഇൻ്റലിജൻസ്, മൂന്നാമത്തത് ജനറൽ ഇൻ്റലിജൻസ്. ഇതിൽ ആദ്യത്തതാണ് നാരോ ഇൻ്റലിജൻസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ നാരോ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ടാസ്ക് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ബിൽഡ് ചെയ്യുന്ന AI സിസ്റ്റത്തിനെയാണ് നാരോ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മുടെ അലക്സ, സിറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇങ്ങനെയുള്ള ആപ്സ് ഉണ്ടല്ലോ, ഇതൊക്കെ നാരോ ഇൻ്റലിജൻസിൽ പെടും. ഇങ്ങനെയുള്ള ടാസ്ക് ചെയ്യാൻ AI നന്നായി ഓൾറെഡി പെർഫോം ചെയ്യുന്നുണ്ട്. ഈവൻ ചിലപ്പം ഹ്യൂമൻ പെർഫോമൻസിനെ തന്നെ അത് ഔട്ട് പെർഫോമും ചെയ്യുന്നുണ്ട്. ഇതിൽ ശരിയാണ് നമ്മളൊരു നല്ല സ്റ്റേജിലെത്തി നാരോ ഇൻ്റലിജൻസ്. ആൻഡ് ഈ ഒരുപാട് പേര് പറയാറുണ്ടല്ലോ AI ഓക്കെ നല്ലൊരു സ്റ്റേറ്റിലാണ്, ഹ്യൂമൻ പെർഫോമൻസ് ഔട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഈ നാരോ ഇൻ്റലിജൻസിനെ കുറിച്ചാണ് ഇവർ ഈ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തതാണ് ജനറേറ്റീവ് ഇൻ്റലിജൻസ്. ഇവിടെയാണ് ഈ ChatGPT ഒക്കെ വരുന്നത്. അതായത് ഒരു മൾട്ടി പർപ്പസ് അല്ലെങ്കിൽ ഒരു ജനറൽ പർപ്പസ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന AI. മൂന്നാമത്തതാണ്
ജനറൽ ഇൻ്റലിജൻസ്. ഇതാണ് എല്ലാം ചെയ്യാൻ പറ്റുന്ന AI. പക്ഷേ ഇങ്ങനെയുള്ള AI റിസർച്ച് ബേബി സ്റ്റെപ്സിൽ മാത്രമേ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. ഈ പറഞ്ഞ പോലെ ഹ്യൂമൻ റേസിനൊക്കെ ടേക്ക് ഓവർ ചെയ്യാൻ പറ്റുന്ന സൈഫൈ മൂവീസിലൊക്കെ കാണുന്ന പോലത്തെ AI വരണമെങ്കിൽ ഒരുപാട് മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യണം, ഒരുപാട് ടെക്നോളജി ബ്രേക്ക് ത്രൂസ് ഉണ്ടാവണം. അതിനൊക്കെ ഒരുപാട് ഡെക്കേഡ്സ് എടുക്കും. ഓക്കെ, നമ്മളിപ്പം പറഞ്ഞപ്പം ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ എയുടെ ഒരു 3 ക്ലാസിഫിക്കേഷൻ പറഞ്ഞത്, 3 ടൈപ്സ് പറഞ്ഞു. ഇതിലൊരു സെക്കൻഡ് വൺ ആയിട്ടാണ് നമ്മൾ ജനറേറ്റീവ് AI പറഞ്ഞത്. അപ്പം ഈ ജനറേറ്റീവ് AI തന്നെ എക്സാമ്പിൾ ആയിട്ട് ChatGPT പറയും. ഇപ്പം നമ്മളിപ്പം വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെർച്ച് എഞ്ചിനാണ് ChatGPT. അപ്പം ആക്ച്വലി എങ്ങനെയാണ് ഈ ഒരു ChatGPTയുടെ വർക്കിംഗ് വരുന്നത്? ഓക്കെ, ഇപ്പം എല്ലാവരും ChatGPT യൂസ് ചെയ്യുന്നത് കാരണം എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും അല്ലേ, ChatGPT എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. നമുക്ക് ഈ ChatGPT വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ബേബിയെ ലാംഗ്വേജ് പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് പറയാം. ഇപ്പോൾ ഒരു വാവ, ഒരു കുട്ടി എങ്ങനെയാണ് ലാംഗ്വേജ് പഠിക്കുക? ആദ്യം മറ്റുള്ളവർ പറയുന്നത് കേൾക്കും, സ്വയം കേൾക്കും. കേട്ട് ലാംഗ്വേജ് എന്താണെന്നും ലാംഗ്വേജിൻ്റെ പാറ്റേണും എന്താണെന്നൊക്കെ മനസ്സിലാക്കും. ആദ്യത്തെ സ്റ്റേജ് അതായിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കും അല്ലേ ബേബീസിന്, ഓക്കെ അത് ഒരു പൂച്ചയാണ്, അത് ഒരു അലമാരയാണ്, നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പം ഇച്ചിരൂടെ ബെറ്ററായി കുട്ടികൾ പഠിക്കും. ഫൈനലി ഈ കുട്ടികൾ എന്തെങ്കിലും പറയുമ്പം നമ്മൾ അതിനൊരു ഫീഡ്ബാക്ക് കൊടുക്കും. ഓ കറക്റ്റ് ആണല്ലോ പറഞ്ഞത്, അത് ശരിയാണ്, ഇങ്ങനെയല്ലേ. ആദ്യം അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, പിന്നെ സൂപ്പർവൈസ്ഡ് ലേണിംഗ്, പിന്നെ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ്. ഇങ്ങനെയാണ് ബേബീസ് പഠിക്കുക. ഇതുപോലെ തന്നെയാണ് ChatGPT. ആദ്യം ChatGPT ഒരു അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ കൂടെ കടന്നു പോകുന്നുണ്ടാവുക. അതായത് നമ്മൾ മെഷീന് ഒരുപാട് ഡേറ്റ കൊടുക്കും, ഇൻ്റർനെറ്റിലെ കംപ്ലീറ്റ് ഡേറ്റ കൊടുക്കും മെഷീന്. ഈ ഡേറ്റ വെച്ച് ChatGPT അല്ലെങ്കിൽ മോഡൽ എന്താണ് എന്താണ് ലാംഗ്വേജിൻ്റെ ഫൗണ്ടേഷൻ എന്താണെന്ന് മനസ്സിലാക്കും. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജാണ് ഇതിനാണ് നമ്മൾ പ്രീ ട്രെയിനിങ് എന്ന് പറയുന്നത് ChatGPTൻ്റെ. സെക്കൻഡ് സ്റ്റേജാണ് ഫൈൻ ട്യൂണിങ്. ഇത് സൂപ്പർവൈസ്ഡ് ലേണിംഗ് വെച്ചാണ് നടക്കുക. അതായത് ആദ്യം നമ്മുടെ മോഡൽ ലാംഗ്വേജിൻ്റെ ഫൗണ്ടേഷൻ പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി നമ്മൾ ഈ മോഡലിന് ഹ്യൂമൻ ലേബിൾഡ് ആയിട്ടുള്ള പ്രോംസും റെസ്പോൺസസും കാണിച്ചു കൊടുക്കും. ഹ്യൂമൻ ലേബിൾഡ് ആയിട്ടുള്ള അതിൽ നിന്ന് മോഡൽ ഇച്ചിരി കൂടെ ബെറ്ററായി പഠിക്കും. ഇങ്ങനെ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ കൂടെ കടന്നു പോകുമ്പം മോഡൽ ഇച്ചിരി കൂടെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പഠിക്കും, ഇച്ചിരി കൂടെ അക്യുറേറ്റ് ആയിട്ടുള്ള റെസ്പോൺസസ് തരാനും പഠിക്കും. ഇതാണ് സെക്കൻഡ് സ്റ്റേജ്. ഫൈനൽ സ്റ്റേജാണ് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് ത്രൂ ഹ്യൂമൻ ഫീഡ്ബാക്ക്. അതായത് ഈ ChatGPT തരുന്ന റെസ്പോൺസസിനെ ഹ്യൂമൻസ് റേറ്റ് ചെയ്യും, ഇതിൻ്റെ ക്വാളിറ്റിയെ റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഈ മോഡൽ എന്ത് ട്രൈ ചെയ്യുമെന്ന് വെച്ചാൽ കൂടുതൽ റിവാർഡ്, അതായത് കൂടുതൽ റേറ്റിംഗ് കിട്ടാൻ വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്യും. അങ്ങനെയാണ് ഈ ChatGPT ഇങ്ങനത്തെ എല്ലാ മോഡൽസൊക്കെ കൂടുതൽ ഹ്യൂമൻ പ്രിഫേർഡും എത്തിക്കലുമായിട്ടുള്ള ആൻസേഴ്സ് തരുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ ഈ ChatGPTനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഈ ChatGPT വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടലി ഡെവലപ്പേഴ്സിനെയൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? അതായത് ഇപ്പം എനിക്കിപ്പോൾ ChatGPT പോലെ വർക്ക് ചെയ്യുന്നൊരു ആപ്ലിക്കേഷൻ വേണമെന്ന് വെച്ചോ, ഞാനിപ്പോൾ ChatGPTനോട് ചോദിച്ചു കഴിഞ്ഞാൽ ChatGPT എനിക്ക് അതിനുള്ള അൽഗോരിതം തരും. നമ്മളതിനകത്ത് വേറെ പഠിക്കേണ്ട ആവശ്യങ്ങളോ ഒന്നുമില്ല, എക്സാക്ട്ലി അത് അതുപോലെ തന്നെ വർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഇത് നമ്മുടെ ഡെവലപ്പേഴ്സിനെ അവർ ബോധേഡാവേണ്ട ആവശ്യമുണ്ടോ? ശരിയാണ്. ഇപ്പം ChatGPT വന്നതോടുകൂടി നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ഇങ്ങനൊരു ഫിയർ ഉണ്ട്, ഡെവലപ്പേഴ്സിനെ മൊത്തത്തിൽ മൊത്തത്തിൽ റീപ്ലേസ് ചെയ്യുമോ? കാരണം മൊത്തം കോഡും കാര്യങ്ങളൊക്കെ ChatGPT തരുന്നുണ്ട് അല്ലേ. പക്ഷെ ഒരിക്കലും ഞാൻ ഒരു ജോബ് ലോസ് മൊത്തത്തിൽ ഡെവലപ്പേഴ്സിന് ഉണ്ടാവുമെന്ന് പറയില്ല. ഇൻസ്റ്റഡ് ഒരു ജോബ് ഷിഫ്റ്റ് ഉണ്ടാവും. പണ്ട് ചെയ്ത പുറത്തെ കാര്യങ്ങളായിരിക്കില്ല ഇനി ഡെവലപ്പേഴ്സ് ചെയ്യാൻ പോകുന്നുണ്ടാവുക. ഒരുപാട് റിപ്പിറ്റേറ്റീവ് ടാസ്ക്സ്, ഒരുപാട് ഈസി ആയിട്ടുള്ള ടാസ്ക്സ് ഒക്കെ നമുക്ക് ChatGPT അതുപോലത്തെ AI ടൂൾസ് വഴി നമുക്ക് ചെയ്യാൻ പറ്റും. അതിനെയൊക്കെ സുഖമായി ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. AIൻ്റെ അസിസ്റ്റൻസോട് കൂടി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇച്ചിരി കൂടെ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇച്ചിരി കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തായാലും ഡെവലപ്പേഴ്സ് വേണം. അപ്പോൾ നമുക്കൊരു കൊളാബറേറ്റീവ് ലേണിംഗ് ആയിരിക്കും ഇനി അങ്ങോട്ടെന്ന് പറയാം.
അല്ലെങ്കിൽ ഒരു കൊളാബറേറ്റീവ് ഇൻ്റലിജൻസ് ആയിരിക്കും ഇനി അങ്ങോട്ടെന്ന് പറയാം. ഒരു ഹ്യൂമൺ ഇൻ്റലിജൻസ് മാത്രവും ആയിരിക്കില്ല, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാത്രവും ആയിരിക്കില്ല, ഒരു കൊളാബറേറ്റീവ് ഇൻ്റലിജൻസ് എന്ന് പറയാം. രണ്ടുപേരും കൂടെ ഒരുമിച്ചായിരിക്കും വർക്ക് ചെയ്യുക, AI പ്ലസ് ഹ്യൂമൺ എന്ന് പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഫോട്ടോഗ്രാഫി ഫീൽഡ്, ഇപ്പം നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ ക്യാമറയുണ്ട്, നമുക്ക് എല്ലാവർക്കും ഫോട്ടോ എടുക്കാം. എന്ന് വെച്ചാൽ എല്ലാ സ്റ്റുഡിയോസും പൂട്ടിപ്പോയോ, എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ജോബ് പോയോ? ഇല്ല. എന്നാൽ അപ്ഗ്രേഡ് ചെയ്യാത്ത ഒരുപാട് സ്റ്റുഡിയോസ് ഷട്ട് ഡൗൺ ആയി അല്ലേ? ബട്ട് ഒരുപാട് ടാലൻറ്റും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഡിമാൻഡ് കൂടിയിട്ടല്ലേ ഉള്ളൂ. നമ്മളിപ്പം ഇച്ചിരി കൂടെ ക്യാഷ് കൊടുക്കല്ലേ വേണ്ടു. അതുപോലെ തന്നെയാണ് അപ്സ്കില്ല് ചെയ്യുന്ന ടാലൻറ്റഡ് ആയിട്ടുള്ള ഡെവലപ്പേഴ്സിൻ്റെ ഡിമാൻഡ് കൂടുകയുള്ളൂ. അതുമാത്രമല്ല, ഒരു 2030 കൂടി ഡെവലപ്പേഴ്സിൻ്റെ ഡിമാൻഡ് ഡബിൾ ചെയ്യുന്നതാണ് പല സ്റ്റഡീസും കാണിക്കുന്നത്. കാരണം ഒരുപാട് കമ്പനീസ് ഇനിയും ഡിജിറ്റലൈസ് ചെയ്യാൻ കിടക്കണം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഡെവലപ്പേഴ്സിൻ്റെ ഡിമാൻഡ് ഒരിക്കലും കുറയൂല, കൂടുകയേ ഉള്ളൂ. ജസ്റ്റ് ദാറ്റ് കൈൻഡ് ഓഫ് ടാസ്ക് അവർ ചെയ്യുന്നത് മാറും. അങ്ങനെ അതായത് ഇപ്പം നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് ChatGPT വർക്കിംഗ് പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ലേ? അതായത് ChatGPT എന്ന് പറയുന്നത് ഒരു ഇന്റർനെറ്റിലുള്ള ഇൻഫോർമേഷൻസ് മുഴുവൻ ഫസ്റ്റ് സ്റ്റേജിൽ ഇന്റർനെറ്റിലുള്ള ആ ഒരു ഇൻഫോർമേഷൻസ് മുഴുവനാണ് ലേൺ ചെയ്തത്. സെക്കൻഡ് സ്റ്റേജിലോട്ട് വരുമ്പോഴാണ് അത് എന്ത് ചെയ്യുക, നമ്മൾ പറഞ്ഞു കൊടുത്ത, അതായത് ഹ്യൂമൻസ് പറഞ്ഞു കൊടുത്ത ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സുകൾ ലേൺ ചെയ്ത് അവിടുന്ന് അത് വീണ്ടും വർക്ക് ചെയ്തു. സോ ഇങ്ങനെയുള്ള ഈ ChatGPT പോലുള്ള മോഡൽസുകളിലോട്ട് ഇപ്പം ഞാനൊരു കാര്യം പറയാം, ഇപ്പം നമുക്ക് ഇന്റർനെറ്റിലൊന്നും അത്ര അവൈലബിൾ അല്ലാത്ത, അതായത് ഇപ്പം നമ്മൾ വെറുതെ റാൻഡം ആയിട്ടുള്ള ഒരാളുടെ നെയിം ഒന്ന് അടിച്ചു കൊടുത്ത് നോക്ക്, ഹൂ ഈസ് അനന്തു. ഇപ്പം അനന്തുവിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽസും ഇന്റർനെറ്റിൽ അവൈലബിൾ അല്ല. സോ അങ്ങനെ വരുന്ന കേസസിൽ നമ്മളിപ്പോൾ ഹൂ ഈസ് അനന്തു എന്ന് ChatGPT-നോട് ചോദിച്ചാൽ ChatGPT അതിനനുസരിച്ചുള്ള ഒരു, അതായത് സോറി എനിക്ക് ഇന്നൊരാളെ കുറിച്ച് ഐഡിയ ഇല്ല എന്നേ പറയുള്ളൂ. വിച്ച് മീൻസ് ChatGPT-ക്ക് അറിയില്ല. ChatGPT ഒക്കെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിട്ടുള്ള അതിന് ഉള്ള ഇൻഫോർമേഷൻസിന്റെ ബേസിസിലാണ് വർക്ക് ചെയ്യുക. ഫ്യൂച്ചറിലൊരു ടാസ്ക് വരിക, അപ്പം അതിനകത്തോട്ടുള്ള ഒരു ഐഡിയ കൊടുക്കേണ്ടത് എപ്പോഴും നമ്മൾ ഹ്യൂമൻ ഇന്റലിജൻസ് ആണ്, അല്ലെങ്കിൽ ഡെവലപ്പേഴ്സ് ആണ്. അതിനെ പിന്നീട് കുറച്ചും കൂടെ ഈസി ആക്കുക, ഓട്ടോമേറ്റ് ചെയ്യുക, ആ ഒരു പ്രോസസ്സാണ് ഇവിടെ വരുന്നത് ChatGPT-ൽ വരുന്നത്. സോ അപ്പോൾ അവിടെ ഒരു ഡെവലപ്പേഴ്സിനെ റീപ്ലേസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ടൈം വരുന്നേ ഇല്ല. കാരണം ആ ഒരു ഹ്യൂമന്റെ ബുദ്ധി ഹ്യൂമന് മാത്രമേ ഉള്ളൂ. നമ്മൾ ChatGPT-ലോട്ടൊക്കെ വരുമ്പം ആർട്ടിഫിഷ്യലി ഇന്റലിജൻസ് ഇൻബിൽഡ് ചെയ്യുകയാണ്. പക്ഷെ നമ്മൾ ബുദ്ധി ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് ഹ്യൂമൻസ് തന്നെയാണ് അവിടെ യൂസേജ് വരുന്നത്, ഹ്യൂമൻ ഇന്റലിജൻസിന് തന്നെയാണ് യൂസേജ് വരുന്നത്. AI-നെ പറ്റിയിട്ട് സംസാരിച്ചു. പക്ഷെ നമുക്ക് എന്തായാലും ഇന്നത്തെ മെറ്റാ ടോക്സ് നമുക്ക് ഇവിടെ കൊണ്ട് പോസ് ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.